ഹായ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നു. ഒരു പ്രോഗ്രാമും ഒരു എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും അതിനോടൊപ്പം അതിൻ്റെ മെമ്മറി അലോക്കേഷൻ നടത്തുന്നത് എങ്ങനെയെന്നുള്ള ലേഔട്ട് വരയ്ക്കുന്നതും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നും C++ പ്രോഗ്രാം തന്നെയാണ് പഠിക്കുന്നത്. അതിനകത്ത് നെസ്റ്റഡ് സ്ട്രക്ചറും അരേ ഓഫ് സ്ട്രക്ചറും ഈ രണ്ട് കൺസെപ്റ്റ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കഴിഞ്ഞ ദിവസത്തെ വർക്ക് നമുക്കൊന്ന് ചെയ്തിട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ദി ഡീറ്റെയിൽസ് എംപ്ലോയി കോഡ്, നെയിം, ഡെസിഗ്നേഷൻ ആൻഡ് ബേസിക് പേ. റൈറ്റ് എ C++ program to read and display the employee details. Second question: draw the layout of memory location allocated to a variable of employee type and find its size. ഒരു എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് റീഡ് ചെയ്യുകയും പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോഗ്രാമും അതിൻ്റെ മെമ്മറി അലോക്കേഷനും വരയ്ക്കാനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന വർക്ക്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std സ്ട്രക്റ്റ് എംപ്ലോയി. ഇവിടെയാണ് നമ്മൾ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രക്റ്റ് കീവേഡ് ഉപയോഗിച്ച് എംപ്ലോയി എന്ന് കൊടുത്തു. കർലി ബ്രാക്കറ്റ് ഓപ്പൺ, ഇൻ്റെ EMB കോഡ്, നെയിം, ഡെസിഗ്നേഷൻ, ഫ്ലോട്ട്, BP. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എംപ്ലോയി കോഡ്, നെയിം, ഡെസിഗ്നേഷൻ, BP ഇത്രയായിരുന്നു നമ്മുടെ ഡേറ്റ ഐറ്റം. എംപ്ലോയി കോഡ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻ്റെ EMB കോഡ്, നെയിം ക്യാരക്ടർ അരേ ആയിട്ട് കൊടുത്തു, ക്യാർ നെയിം ഓഫ് 20, ഡെസിഗ്നേഷനും ക്യാരക്ടർ അരേയാണ്, ക്യാർ നെയിം ഓഫ് 20, ഫ്ലോട്ട് BP. ബേസിക് പേ എപ്പോഴും നമുക്ക് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ആയിരിക്കും, അതുകൊണ്ട് ഫ്ലോട്ട് BP കൊടുത്തു, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇൻ്റെ മെയിൻ കർലി ബ്രാക്കറ്റ് ഓപ്പൺ, എംപ്ലോയി. ഇവിടെ എന്താ ചെയ്തത്? എംപ്ലോയി ടൈപ്പിലുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, എംപ്ലോയി. സി ഔട്ട് എൻ്റർ എംപ്ലോയി കോഡ് സി ഔട്ട് ചെയ്യാനുള്ള മെസ്സേജ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് CIN ചെയ്യണം. എങ്ങനെയായിരിക്കും CIN ചെയ്യുന്നത്? CIN E.EMB കോഡ് അല്ലേ? CIN E.EMB കോഡ്. ഇങ്ങനെയാണ് നമ്മൾ ആ സ്ട്രക്ചറിലെ ഓരോ ഡേറ്റ ഐറ്റത്തെയും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സി ഔട്ട് എൻ്റർ നെയിം. അപ്പോൾ എങ്ങനെയായിരിക്കും നെയിം എൻ്റർ ചെയ്യുന്നത്? CIN E.Name അല്ലേ? അടുത്ത മെസ്സേജ് സി ഔട്ട് എൻ്റർ ഡെസിഗ്നേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും റീഡ് ചെയ്യുന്നത്? CIN E.DESG. സി ഔട്ട് എൻ്റർ ബേസിക് പേ. അപ്പോൾ എങ്ങനെയായിരിക്കും? CIN E.BP. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഈ റീഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക. സി ഔട്ട് എംപ്ലോയി കോഡെന്ന് കൊടുത്തു, EMB കോഡ് ഡിസ്പ്ലേ ചെയ്തു. സി ഔട്ട് നെയിം ഓഫ് എംപ്ലോയി എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ട് E.Name, സി ഔട്ട് ഡെസിഗ്നേഷൻ E.DESG, ബേസിക് പേ. ഇത്രയും നമ്മൾ ഡിസ്പ്ലേ ചെയ്തു അല്ലേ? റിട്ടേൺ 0, കർലി ബ്രാക്കറ്റ് ക്ലോസ്. ഇതായിരുന്നു നിങ്ങളടുത്ത് ഞാൻ എഴുതാൻ പറഞ്ഞിരുന്ന വർക്ക്. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇപ്പം ടീച്ചർ തന്നത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെമ്മറി അലോക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? എംപ്ലോയി എന്നുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിനെ എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സ്ട്രക്ട് എംപ്ലോയി, ഇൻ്റെ EMB കോഡ്, ക്യാർ നെയിം ഓഫ് 20, ക്യാർ ഡെസിഗ്നേഷൻ ഓഫ് 20, ഫ്ലോട്ട് BP. അപ്പോൾ ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള എല്ലാ ഡേറ്റ എലമെൻസിൻ്റെയും ഡേറ്റ ടൈപ്പിൻ്റെ സൈസിൻ്റെ സം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇൻറ്റിജർ EMB കോഡെന്ന് പറയുന്ന ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. അടുത്ത ക്യാരക്ടർ അരേ ഇവിടെ 20 ഉണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, അടുത്ത ക്യാരക്ടർ അരയായിട്ട് അവിടെയുണ്ട് 20 എന്നുള്ള സ്പേസ്. ഫ്ലോട്ടിന് വേണ്ടിയിട്ട് 4 ബൈറ്റ്. അപ്പോൾ ഓരോ ഡേറ്റ ഐറ്റത്തിൻ്റെയും ഡേറ്റ ടൈപ്പിൻ്റെ സൈസിൻ്റെ സം ആയിരിക്കും ആ സ്ട്രക്ചർ വേരിയബിളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ EMB എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, എംപ്ലോയി. അപ്പോൾ എന്ന് പറയുന്ന വേരിയബിളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും? എംപ്ലോയി കോഡ് ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കും, BP ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്ന് പറയുന്ന എംപ്ലോയിക്ക് ഇത്രയും 4 കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എംപ്ലോയി കോഡെന്ന് പറയുന്നത് ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ബൈറ്റ് ആയിരിക്കും EMB കോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അരയാണ്, ഒരു ക്യാരക്ടറിന് 1 ബൈറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 20 ക്യാരക്ടറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നെയിമിന് വേണ്ടി എടുക്കുന്ന മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് 20 ബൈറ്റ്സ് ആയിരിക്കും.
ഡെസിഗ്നേഷനും അതുപോലെ 20 ബൈറ്റ്സ്. BP എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് 4 ബൈറ്റ്സ്. അപ്പോൾ ടോട്ടൽ ബൈറ്റ്സ് എന്ന് പറയുന്നത് 4 + 20 + 20 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 48 ബൈറ്റ്സ് ആണ് ടോട്ടലായിട്ട് ഈ സ്ട്രക്ചറിന് എടുക്കുന്ന മെമ്മറി സ്പേസ്. ഇങ്ങനെയാണ് അതിൻ്റെ മെമ്മറി അലോക്കേഷൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ വരച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചർ കാണിച്ച് നോക്കിയിട്ട് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ n എംപ്ലോയി ഡീറ്റെയിൽസ്. n മീൻസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ ഒരു എംപ്ലോയിയാണ് കണ്ടത് അല്ലേ, ഒരു സിംഗിൾ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് റീഡ് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് സിംഗിൾ എംപ്ലോയി അല്ല, മോർ ദാൻ 1 എംപ്ലോയീസ്. ആ മോർ ദാൻ 1 എന്നുള്ളത് എത്ര എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ n എന്നുള്ള വേരിയബിൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ n മീൻസ് n-ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം. n-ൻ്റെ വാല്യൂ നമ്മൾ 10 എന്ന് കൊടുത്താൽ 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യണം. അപ്പോൾ ആ n എന്നുള്ള വേരിയബിൾ അവിടെ നമ്മൾ ജനറലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. n-ൻ്റെ വാല്യൂ എത്രയാണോ അത്രയും എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, അതിനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് ആകുമ്പം അവിടെ എന്ത് കൺസെപ്റ്റ് വരുന്നു? അരേ എന്നുള്ള കൺസെപ്റ്റ് വരുന്നു അല്ലേ. അപ്പോൾ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിൻ്റെ അരേ, ഇതാണ് ആ കൺസെപ്റ്റാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഹാഷ് ഇൻക്ലൂഡ് IO stream using namespace std struct employee int emb code int char name of 20 char designation of 20 float bp curly bracket close semicolon. ഇപ്പോൾ ഇവിടെ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. എംപ്ലോയി സ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തുള്ള ഡേറ്റ ഐറ്റം 4 ഡേറ്റ ഐറ്റവും കൊടുത്തു, curly bracket ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുത്തു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇൻറ്റ് മെയിൻ curly bracket ഓപ്പൺ എംപ്ലോയി E of 100. അപ്പോൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. അപ്പോൾ എംപ്ലോയി സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് E, അത് ഒരു വേരിയബിൾ അല്ല, ഓഫ് 100. അപ്പം ഈ ടൈപ്പിലുള്ള 100 വേരിയബിളിനെ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, അരേ ഡിക്ലെയർ ചെയ്തിരിക്കുകയല്ലേ. അപ്പം 100 എംപ്ലോയിയെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ കൺസെപ്റ്റാണ് സ്ട്രക്ചർ അരേ അല്ലെങ്കിൽ അരേ ഓഫ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പിലുള്ള 100 എംപ്ലോയീസെ നമുക്കിവിടെ എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ 100 എംപ്ലോയീസിനെ എടുക്കണമെന്നില്ല, അതിനാണ് നമ്മളിവിടെ n എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യും. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണോ അത്ര എംപ്ലോയീസിനെ മാത്രം നമുക്ക് റീഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു വേരിയബിളൂടെ നമ്മൾ എടുക്കുന്നു, ഇൻറ്റ് n cout നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയി ആണ് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി n-ൻ്റെ വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം, C(n). അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ n-ൻ്റെ വാല്യൂ എത്രയാണോ അത്ര എംപ്ലോയീസിനെ നമ്മൾ റീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അരയുടെ കൺസെപ്റ്റ് വരുമ്പോൾ മോർ ദാൻ വൺസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് അരേ റീഡ് ചെയ്യുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും ഒക്കെ. അരേ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നമ്മൾ ലൂപ്പ് കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ലൂപ്പ് ഉപയോഗിച്ചെങ്കിലേ അത്രയും പ്രാവശ്യം നമുക്ക് എംപ്ലോയീസിനെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റീഡിങ് എംപ്ലോയി റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ n ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂപ്പ് എങ്ങനെ എടുക്കണം? 4 × i = 0 i less than n വരെ നമുക്ക് റീഡ് ചെയ്യണം. i ++ cout എൻ്റർ എംപ്ലോയി കോഡ് ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ cin ചെയ്യുക? cin e of i.emb കോഡ്, e of i.emb കോഡ്. e of i എന്ന് കൊടുത്ത് എന്താ കാരണം? E എന്ന് പറയുന്ന അരയാണ് അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഫസ്റ്റ് എംപ്ലോയി കോഡ് റീഡ് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആണെങ്കിൽ സെക്കൻഡ് എംപ്ലോയി കോഡ് റീഡ് ചെയ്യും. അങ്ങനെ n വരെയുള്ള എംപ്ലോയീസിൻ്റെ എംപ്ലോയി കോഡ് റീഡ് ചെയ്യണം. അടുത്ത എംപ്ലോയിയുടെ നെയിം, എൻ്റർ എംപ്ലോയി നെയിം, cin e of i.name. എൻ്റർ ഡെസിഗ്നേഷൻ, cin e of i.desc. ഓക്കെ, cout എൻ്റർ ബേസിക് പേ, cin e of i.bp curly bracket ക്ലോസ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ എന്താ ചെയ്തത്? എത്ര എംപ്ലോയീസ് ആണോ നമ്മൾ കൊടുത്തത്, ആ n-ൽ എത്ര ആണോ നമ്പർ കൊടുത്തത് അത്രയും എംപ്ലോയീസിൻ്റെ എംപ്ലോയി കോഡും നെയിമും ഡെസിഗ്നേഷനും bpയും റീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ അരേ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? e of i.emb കോഡെന്ന് കൊടുക്കേണ്ടി വന്നു. e of i.name, e of i.desc, e of i.bp. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇത്രയും എംപ്ലോയീസിനെ ഡിസ്പ്ലേ ചെയ്യണമല്ലോ. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. പ്രിൻറ്റിങ് എംപ്ലോയി ഡീറ്റെയിൽസ്, cout എംപ്ലോയി ഡീറ്റെയിൽസ് ആർ എന്ന് മെസ്സേജ് കൊടുത്തു.
ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, കെളി ബ്രാക്കറ്റ് ഓപ്പൺ, സി ഔട്ട് ഇ ഓഫ് ഐ ഡോട്ട് ഇ എം ബി കോഡ് സ്ലാഷ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ ഇ എം ബി കോഡ് ഡിസ്പ്ലേ ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ലാഷ് ടി കൊടുത്ത് ഇ ഓഫ് ഐ ഡോട്ട് നെയിം ഒരു ടാബ് സ്പേസ് കഴിഞ്ഞ് ആ എംപ്ലോയിയുടെ നെയിം ഡിസ്പ്ലേ ചെയ്യണം. അത് കഴിഞ്ഞ് ഡെസിഗ്നേഷൻ ഡിസ്പ്ലേ ചെയ്യണം, ബേസിക് പേ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുത്തു. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. റിട്ടേൺ 0 നമ്മുടെ മെയിനും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? അരേ ഓഫ് സ്ട്രക്ചറിൻ്റെ ഒരു അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അരേ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് സ്ട്രക്ചർ റീഡ് ചെയ്തതും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് സ്ട്രക്ചർ പ്രിൻറ്റ് ചെയ്തതും. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കിയിട്ട് പോകാം. അപ്പോൾ നമ്പർ ഓഫ് എംപ്ലോയി എന്നുള്ളതാണല്ലോ ആദ്യത്തെ റീഡ് ചെയ്യേണ്ടത്. എത്ര എംപ്ലോയി ഉണ്ടെന്നുള്ളത് റീഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഫസ്റ്റ് എംപ്ലോയിയുടെ കോഡാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു എംപ്ലോയി കോഡ് ഞാൻ 101 എന്ന് കൊടുത്തു. എംപ്ലോയി നെയിം ആകാശ് എന്ന് കൊടുത്തു. അടുത്ത എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ക്ലർക്ക് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ചോദിക്കുന്ന എംപ്ലോയിയുടെ ബേസിക് പേ 25,000 ബേസിക് പേ കൊടുത്തു. നെക്സ്റ്റ് അടുത്ത എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും അല്ലേ. 102 എന്ന് കൊടുത്തു. സെക്കൻഡ് എംപ്ലോയി, അയാളുടെ പേര് ചോദിക്കുകയാണ്, അനു എന്ന് കൊടുത്തു. ഡെസിഗ്നേഷൻ ചോദിച്ചു, ഞാൻ സെയിൽസ്മാൻ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ബേസിക് പേ ചോദിക്കുന്നു, 35,000 എന്ന് കൊടുത്തു. എംപ്ലോയി 3 അല്ലേ കൊടുത്തിരിക്കുന്നത്, 3 എംപ്ലോയി. ഇപ്പോൾ 2 എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. 103 എന്ന് കൊടുക്കുന്നു. എംപ്ലോയി നെയിം അരുൺ എന്ന് കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ മാനേജർ എന്ന് കൊടുത്തു. ബേസിക് പേ ഞാനൊരു 40,000 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എന്തായി റീഡ് ചെയ്തു. ഇനി അത് ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? എംപ്ലോയി ഡീറ്റെയിൽസ് ആറെന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. 101 ആകാശ് ക്ലർക്ക് 25,000, 102 അനു സെയിൽസ്മാൻ 35,000, 103 അരുൺ മാനേജർ 40,000. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 3 എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് വാങ്ങി ആ 3 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 എന്ന് കൊടുത്തുകൊണ്ട് 3 എംപ്ലോയീസ്, 10 കൊടുത്താൽ 10 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യും. 100 കൊടുത്താൽ 100 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി കോഡ്, നെയിം, ഡേറ്റ് ഓഫ് ജോയിനിങ്, സെയിൽ, ഡെസിഗ്നേഷൻ ആൻഡ് ബേസിക് പേ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എംപ്ലോയി സ്ട്രക്ചർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇത്ര നേരം എംപ്ലോയിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എംപ്ലോയി സ്ട്രക്ചറാണ് കാണുന്നത്. ആ എംപ്ലോയി സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എംപ്ലോയി കോഡുണ്ട്, നെയിമുണ്ട്, ഒരു ഡേറ്റ ഐറ്റം കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡെസിഗ്നേഷൻ ആൻഡ് ബേസിക് പേ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്തതിലുള്ളത് തന്നെയായിരുന്നു. ഇവിടെ ഒരു പുതിയൊരു എക്സ്ട്രാ ഐറ്റം കൂടി ചേർത്തു, ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഡേറ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഡേയും മന്തും ഇയറും വേണം അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ് കാണിക്കണമെങ്കിൽ നമുക്ക് ഡേയും മന്ത് ഇയറും യൂസറിൻ്റെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന് വേണ്ടി നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഡേറ്റ് എന്നുള്ളൊരു സ്ട്രക്ചർ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിനുള്ളിൽ ഡേറ്റ് എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ അവിടെ ഏത് കൺസെപ്റ്റിലേക്ക് പഠിക്കാൻ നമുക്ക്? ഏത് കൺസെപ്റ്റ് വരും? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് വരും. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD സ്ട്രക്ട് എംപ്ലോയി, എംപ്ലോയി കോഡ് ക്യാർ നെയിം ഓഫ് 20, സ്ട്രക്ട് ഡേറ്റ്. ഇവിടെ നമ്മൾ ആ എംപ്ലോയി സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ട്രക്ട് ഡേറ്റ്, ഷോർട്ട് ഡേ, മന്ത്, ഇയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ് എന്നുള്ള ഒരു സ്ട്രക്ചർ മെയിൻ സ്ട്രക്ചറിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ വേരിയബിൾ ഡി എന്നുള്ള സ്ട്രക്ചർ വേരിയബിൾ കൂടി ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഡി. അത് കഴിഞ്ഞ് ഡെസിഗ്നേഷന് വേണ്ടിയിട്ടുള്ള DSG ഓഫ് 20, ഫ്ലോട്ട് BP, കെളി ബ്രാക്കറ്റ് ക്ലോസ്, സെമിക്കോളൻ. അപ്പോൾ ഇവിടെ എന്താ കൺസെപ്റ്റ് വന്നത്? ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഉപയോഗിച്ചു. അപ്പോൾ നെസ്റ്റഡ് കൺസെപ്റ്റ് ഇവിടെ വന്നു, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് വന്നു. അപ്പോൾ എംപ്ലോയി സ്ട്രക്ചറിനുള്ള ഡേറ്റ് എന്നുള്ള സ്ട്രക്ചർ. എന്തിനാണ് ഡേറ്റ് സ്ട്രക്ചർ നമ്മൾ എടുത്തത്? ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. ഡേറ്റ ഡേയും മന്ത് ഇയറും കൊടുക്കണം. അപ്പോൾ അത് കാരണം ഡേറ്റിന് വേണ്ടി നമ്മൾ വേറൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മെയിൻ പ്രോഗ്രാമിലേക്ക് പോകാം. ഇതിൻ്റെ മെയിൻ എംപ്ലോയി
ഇ എന്ന് പറയുന്നത് എംപ്ലോയി ടൈപ്പിലുള്ള ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. എംപ്ലോയി കോഡ് റീഡ് ചെയ്യുകയാണ്, CNE.emp കോഡ്. എൻ്റർ നെയിം, E.name. ഇത് രണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അടുത്തത് എൻ്റർ ഡേറ്റ്. ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചോണം. E.D.day. എന്താണ് E.D.day എന്ന് കൊടുക്കാൻ കാര്യം? ഇ എന്ന് പറയുന്നത് എംപ്ലോയി സ്ട്രക്ചർ, അതിനുള്ളിലെ ഡി എന്ന് പറയുന്ന ഡേറ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ. അപ്പോൾ D.day അല്ലേ? അപ്പം നമ്മൾ പഠിച്ചു നെസ്റ്റഡ് സ്ട്രക്ചർ വരുമ്പോൾ ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഡേറ്റ ഐറ്റം, ഇങ്ങനെയാണത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അടുത്തത് മന്ത് റീഡ് ചെയ്യാൻ എങ്ങനെ കൊടുക്കണം? E.D.month. നെക്സ്റ്റ് E.D.year. അപ്പോൾ ഇന്നർ സ്ട്രക്ചറിലത് ഇങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതിൻ്റെ വേരിയബിളെ ഡോട്ട് വീണ്ടും ഡേറ്റ ഐറ്റം വരണം. എൻ്റർ ഡെസിഗ്നേഷൻ ഔട്ടർ സ്ട്രക്ചറിലുള്ളതല്ലേ, അപ്പോൾ E.DESG എന്ന് മാത്രം മതി. എൻ്റർ ബേസിക് പേ E.BP. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ എംപ്ലോയിലെ എല്ലാ ഡീറ്റെയിൽസും റീഡ് ചെയ്തു. ഇനി അത് ജസ്റ്റ് നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. എംപ്ലോയി കോഡ് പ്രിൻറ്റ് ചെയ്തു, എംപ്ലോയി നെയിം പ്രിൻറ്റ് ചെയ്യുന്നു, Cout പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ റീഡ് ചെയ്ത് അതേപോലെ തന്നെയാണ്. പ്രിൻറ്റ് ചെയ്യുമ്പോഴും ഡേ പ്രിൻറ്റ് ചെയ്യാനായിട്ട് E.D.day. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു സ്ലാഷ് സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ 10/2/2020 അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്ലാഷ് ഒക്കെ ഇവിടെ കൊടുത്തു ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. E.D.day, E.D.month. ഓക്കെ, നെക്സ്റ്റ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഔട്ടർ സ്ട്രക്ചറിലുള്ളതായതുകൊണ്ട് E. എന്ന് മതി. ഡേ എന്ന് പറയുന്നത് ഇന്നർ സ്ട്രക്ചറിലെ ഡേറ്റ ഐറ്റം ആയതുകൊണ്ട് ഔട്ടർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഇന്നർ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഡേറ്റ ഐറ്റം, അങ്ങനെയാണ് അതിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. BPN ഡിസ്പ്ലേ ചെയ്തു, റിട്ടേൺ 0, മെയിൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ പ്രോഗ്രാമായി. അപ്പോൾ ഇവിടെ ഏത് കൺസെപ്റ്റ് വന്നു? നെസ്റ്റഡ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വന്നത്. ഇനി ഇതുകൂടി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും കൂടെ നോക്കിയിട്ട് പോകാം നമുക്ക്. ഇനിയിൽ ഞാൻ ആ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, അതിനെ എക്സിക്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എൻ്റർ എംപ്ലോയി കോഡ്. അപ്പോൾ ഞാൻ 101 എന്നുള്ള എംപ്ലോയി കോഡ് കൊടുക്കുന്നു. എൻ്റർ നെയിം, ഞാൻ അരുൺ എന്ന് കൊടുത്തു നെയിം. ഡേറ്റ് ചോദിക്കുമ്പോൾ ആദ്യം ഡേ ആണ് കൊടുക്കേണ്ടത്, അപ്പം ഞാൻ 10 എന്ന് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കേണ്ടത് മന്താണ്, ഞാൻ 12 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇയർ ആണ് 2020 എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ഡെസിഗ്നേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെസിഗ്നേഷൻ ചോദിക്കുമ്പോൾ ഞാൻ ക്ലർക്ക് എന്ന് കൊടുക്കുന്നു. അടുത്ത ബേസിക് പേ ആണ് 25,000 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതൊന്ന് ഡിസ്പ്ലേ, ഇത് ഇത്രയും നമ്മുടെ കയ്യിൽ നിന്ന് റീഡ് ചെയ്തു. നെക്സ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള മെസ്സേജ് വന്നിട്ട് 101 അരുൺ 10/12/2020. ആ സ്ലാഷ് വരാനാണ് ഞാൻ അവിടെ Cout ചെയ്തപ്പോൾ ആ സ്ലാഷ് ഡബിൾ കോഴ്സിനുള്ളിൽ കൊടുത്തിരുന്നു. ക്ലർക്ക് ബേസിക് പേ അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഇവിടെ ഡേറ്റ് എന്നുള്ള വേണ്ടിയിട്ടാണ് നമ്മളവിടെ നെസ്റ്റഡ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എംപ്ലോയി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിൽ ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ കൂടി എക്സ്ട്രാ എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയായപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? 2 പ്രോഗ്രാമാണ് പഠിച്ചത്. ഒന്നെന്ന് പറയുന്നത് അരേ ഓഫ് സ്ട്രക്ചർ ഉപയോഗിച്ച് സ്ട്രക്ചറിൻ്റെ അരേ ക്രിയേറ്റ് ചെയ്ത് അത് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഉള്ളൊരു പ്രോഗ്രാമും, നെസ്റ്റഡ് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും. ഡേറ്റ് എന്ന് പറയുന്ന ഒരു നെസ്റ്റഡ് സ്ട്രക്ചർ, എംപ്ലോയിക്കുള്ളിൽ ഡേറ്റ് എന്നുള്ളൊരു സ്ട്രക്ചർ എഴുതി നമ്മളൊരു നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ 2 പ്രോഗ്രാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് അതിൻ്റെ പോയിന്റുകളൊക്കെ എഴുതി നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.